2007 മോഡൽ ഒരു ടൈപ്പ് 1 മോഡൽ ഇന്നോവ ആയിരുന്നു. ആ വണ്ടീനാണ് നമ്മൾ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ നാഡോഗ്രെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ പെയിൻറ്റിങ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നർ സൈഡിൽ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഇതേ നമ്മുടെ വിൻ സപ്പോർട്ടും അതേപോലെ തന്നെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു BJ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിന് അഡീഷണൽ വർക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 4 സീറ്റും സ്പോട്ടി അടിച്ചു. അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ പെയിൻറ്റിങ് നാടോഗ്രെ ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും വീഡിയോസൊക്കെ. ഫുൾ പെയിൻറ്റിങ് ചെയ്ത് ഫ്രണ്ടിലെ പ്രൊജക്ടർ ഹെഡ് അതേപോലെ തന്നെ ബാക്ക് LED ടൈലറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ ഈ ഒരു മിറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്യുറേറ്റ് എന്ന കമ്പനിയുടെ ഓയിൽ ഫിനിഷിങ്ങിനുള്ള മിററാണ് കേട്ടോ. നല്ലൊരു മിറർ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഫിനിഷിങ് നല്ലതാണ്, വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല, നല്ല മിറർ. ഇതിൻ്റെ കുറഞ്ഞ മിറർ വരുന്നുണ്ട് 5500 രൂപയ്ക്ക്. ഇത് 2 വരുന്നുണ്ട് 12000 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. ഇവിടെ പറഞ്ഞ ഈ വിൻഡോൻ്റെ ഏരിയ നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. അതേപോലെ ഫ്രണ്ടിൽ വരണമെങ്കിൽ ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു കവറിൻ്റെ ഏരിയ നമ്മൾ പിയാനോ ബ്ലാക്ക്, ഗ്രില്ല് പിയാനോ ബ്ലാക്ക്, ബോണ്ടികോം പിയാനോ ബ്ലാക്ക്, അത് റൂഫ് പിയാനോ ബ്ലാക്ക് അടിച്ച് അങ്ങനെ ബ്ലാക്ക് ആൻഡ് നമ്മുടെ നാഡോഗ്രെ കോമ്പിനേഷനിൽ കംപ്ലീറ്റ് ചെയ്തു. നമ്പർ പ്ലേറ്റ് കസ്റ്റമർ മാറ്റും, നമ്മുടെ ഇവിടെ മാറ്റണം നമുക്ക് ലീഗലല്ല. നമ്മൾ നമ്പർ പ്ലേറ്റ് മാറ്റാൻ നമുക്ക് അധികാരമില്ല. അത് നമ്പർ പ്ലേറ്റിന് ഷോപ്പിൽ അധികാരമുള്ളൂ. നമ്മളൊരു പ്രാവശ്യം നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ട്. നമ്മൾ ഗാരേജുകളിൽ നമ്പർ പ്ലേറ്റ് മാറ്റാൻ പാടില്ല. അത് അതിൻ്റേതായ ഷോപ്പുകളുണ്ട്, അവർക്ക് മാത്രം അത് ചേഞ്ച് ചെയ്യാനുള്ള അധികാരമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾക്കിങ്ങനെ വാണിംഗ് വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നമ്മൾ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അലോയിലും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അത് കസ്റ്റമർ എന്തായാലും ഇടായിരിക്കും. ഇൻസൈഡിൽ നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ പുറമേ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഷാമ്പു വാഷിങ് കാര്യങ്ങൾ ചെയ്തില്ല, നോർമൽ വാഷിങ്ങേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിലാണ് സീറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ ബാക്കിലേക്ക് പോകുമ്പോഴും ഈ ഒരു രീതിയിലാണ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ പോകണമെങ്കിൽ നോർമൽ സീറ്റാണ് കേട്ടോ. ബാക്കിൽ പോകണമെങ്കിൽ നമ്മൾ മെട്രിക്സ് ടൈപ്പ് ബമ്പർ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, LED ടൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോർച്യൂൺ ടൈപ്പ് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ടയോട്ടയുടെ ലോഗോ നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. ആ ഡിക്കിയുടെ ക്രോം പിയാനോ ബ്ലാക്ക് അടിച്ചു. സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. സ്പോയിലർ ഓൾറെഡി വണ്ടിയും ഉണ്ടായിരുന്ന സ്പോയിലറാണ്, അത് പെയിൻറ്റിങ് ചെയ്ത് വെച്ചു. ഇതിന് നമ്പർ പ്ലേറ്റിന് ശരിക്കും അപാകതയുണ്ട്. നമ്പർ പ്ലേറ്റ് കസ്റ്റമറോട് എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് പറയാം. കാരണം ആ ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ വണ്ടി. എനിക്ക് ബിഫോർ ഷോട്ട് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ വീഡിയോ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കാമായിരുന്നു. ഒരു ഗോൾഡൻ ടൈപ്പ് കളറായിരുന്നു മുന്നേ. ആ ഒരു 2007 കാലഘട്ടത്തിലുള്ള ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടി കണ്ടീഷൻ പുട്ടി വർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഓവറായിട്ട് പാച്ചിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീറ്റായിരുന്നു വണ്ടി.
ഫുള്ളായിട്ടുള്ള ഈ വർക്കിന് നമുക്ക് വന്നിരിക്കുന്നത് അത് ഏകദേശം ഒരു 1,80,000 രൂപ എടുത്ത് ഫുള്ളായിട്ടുള്ള വർക്കിന് നമുക്ക് ചാർജ് വന്നു. ഡെൻറ്റിങ് വർക്ക്, പാച്ച് വർക്ക്, അതേപോലെ തന്നെ ടൈപ്പ് ഫോർ കൺവേർഷൻ, സീറ്റ് വർക്ക്, ഓയിൽ ഫിനിഷിങ്ങുള്ള മിറർ, DRL ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടെയിൽ ലൈറ്റ്, സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് എല്ലാം അപ് ടു ലാസ്റ്റ് ഫൈനൽ ബില്ല് 1,80,000 രൂപ ഈ ഒരു വണ്ടിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. 2007 മോഡൽ വണ്ടിയായിരുന്നു. ആ വണ്ടീനെ നമ്മൾ ഈ ഒരു മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. DRL ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടെയിൽ ലൈറ്റ്, ടൈപ്പ് ഫോർ ആണ്. പക്ഷേ നമ്മളുടെ ഇപ്പോൾ വരുന്ന ചാർജ് 130 നമ്മുടെ CarJJയിൽ വരുന്നത് കേട്ടോ. അത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഞാനൊരു 3 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണമെങ്കിൽ നമ്മുടെ CarJJയിൽ ഏത് രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഏത് കമ്പനിയുടെ മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു വിശേഷമായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. കാരണം ഇതൊക്കെ നല്ല രീതിയിൽ പാച്ച് ഉണ്ട്. പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു പാച്ച് വർക്ക് നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഒരുപാട് ലേബർ വരും, ഒരുപാട് ദിവസം ഇങ്ങനെ പണി വരും. അത് പണിയും കാണില്ല. നമ്മൾ പണി ചെയ്താൽ പണിയും കാണില്ല. കാരണം ഇന്നറിലുള്ള സാധനങ്ങളൊക്കെ വെട്ടിക്കൂട്ടി കയറ്റി മാറ്റി വെക്കേണ്ടതൊന്നും കസ്റ്റമർ കാണില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആടോഗ്രെ വണ്ടി ഒരെണ്ണം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.